ഒപ്പം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം സംസ്ഥാന സർക്കാരുമായി ഇണങ്ങിപ്പോകുന്നുവെന്ന പ്രതീതി ജനിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഒരു വിയോജിപ്പുണ്ടാവുന്നത്. CPM-ൻ്റെ നിലപാടല്ല ഇപ്പോൾ ഗവർണർക്ക് ഈ വിഷയത്തിലുള്ളത്. ഗവർണർ പറയുന്നത് ഇത് ഭരണഘടനയുടെ അന്തസ്സത്തയെ തന്നെ ഹനിക്കുന്ന, പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ കവരുന്ന 2 ജഡ്ജിമാർ ഒരു ഭരണഘടനാ ഭേദഗതി നടത്തിയിരിക്കുന്നുവെന്ന മട്ടിലാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ സുപ്രീം കോടതി വിധിയെ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പുതിയ പോർമുഖം തുറക്കുകയാണോ കേരളത്തിലെ സർക്കാരും ഗവർണറും തമ്മിൽ? ഗവർണർ മുന്നോട്ട് വെക്കുന്ന വിഷയത്തിനകത്ത് കേരള സർക്കാർ ഇപ്പോൾ കക്ഷിയല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പാർലമെൻറ്റിനാണ് പരമാധികാരമെന്ന് ആർലേക്കർ പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനാണ് പരമാധികാരം. നിയമസഭയ്ക്ക് അത് ഗവർണർ മറന്നുപോയി. ബഹുമാനപ്പെട്ട ആർലേക്കർ മറന്നുപോയി. സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ സഭകളായ നിയമസഭകൾക്കുമാണ് നിയമനിർമ്മാണ അധികാരമെന്നും, അങ്ങനെ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളിൽ അവർ നിയമം നിർമ്മിച്ചാൽ 2 കാര്യങ്ങൾ മാത്രമാണ് ഗവർണർ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കിട്ടിയാൽ രാഷ്ട്രപതി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ നിയമനിർമ്മാണ പ്രക്രിയയിൽ പ്രൊസീജിയറായ ലാപ്സ് ഉണ്ടോ, നടപടിക്രമങ്ങളിൽ പിശകുണ്ടോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെയോ കൺകറന്റ് ലിസ്റ്റിൻ്റെയോ ഭാഗമായ വിഷയങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിയമത്തിൻ്റെ ഇന്ന ഭാഗം സംസ്ഥാന പട്ടികയ്ക്ക് മേലെ മറ്റൊരു മേഖലയിലേക്ക് കടന്നു കയറുന്നതായി ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ ആ വിഷയത്തിനകത്ത് പുനരാലോചന നടത്തണം. അപ്രകാരം ഒരു പരാമർശത്തോടു കൂടി തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതേ നിയമം വീണ്ടും എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ടതിന് ശേഷം രാജ്യത്തെ പാർലമെൻറ്റ്, രാജ്യത്തെ ഹൈക്കോടതികൾ അല്ലെങ്കിൽ സുപ്രീം കോടതി അത് റിട്ടധികാരം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യട്ടെ എന്നതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തിലെ ഗവർണറുമായിട്ടുള്ള സംസ്ഥാന നിയമസഭകളുടെ ബന്ധം. ആ ബന്ധത്തെ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തും BJP-യുടെ ഭരണകാലത്തും അട്ടിമറിക്കുകയാണ് നിർവഹിക്കപ്പെട്ടത്. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടുത്തെ ഗവർണറുമായിട്ട് എന്തൊരു യുദ്ധമായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ലീഗും ഇവിടുത്തെ കോൺഗ്രസും എല്ലാം എന്താ ചെയ്തത്? ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ 2-3 നോമിനികൾ പിൻവാതിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പട്ടികയിൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ കയറി. അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിൽ ലീഗിന് പ്രതിനിധികളെ കിട്ടിയപ്പോൾ ഉടനെ അതിന് സമാധാനമായി, നല്ലതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തെരുവിലൂടെ പറഞ്ഞപ്പം കോഴിക്കോടിൻ്റെ ഹൽബ് കീഴടക്കിയ മധുരം നുണഞ്ഞ ആ ആരിഫ് മുഹമ്മദ് ഖാനെ വാഴ്ത്തിയില്ലേ? രാജ്ഭവനിൽ പോയിട്ട് കേരള നിയമസഭ പാസ്സാക്കിയ നിയമത്തിൽ ഒപ്പിടരുതെന്ന് UDF നിവേദനം കൊടുത്തില്ലേ? എന്നിട്ട് ഇവരെല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഭരണഘടനയുടെ വിജയമാണ്. കോൺഗ്രസ്സുകാർ, ലീഗുകാർ പറയുകയാണ് ഭരണഘടനയുടെ വിജയമാണ്. 4 കൊല്ലം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ദുർബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ആ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ യുദ്ധം ചെയ്തവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ വേട്ടയാടപ്പെട്ടവരാ. BJP-യുടെ Debate with Dr. Arun Kumar.